എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC ഇന്ന് 16/5/2024 നടത്തിയ അസിസ്റ്റന്റ് കമ്പൈലർ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 59/2024. നമുക്ക് ചോദ്യപേപ്പറിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാക്രമം ഏത്? കുളച്ചൽ യുദ്ധം, കുണ്ടറ വിളംബരം, ആറ്റിങ്ങൽ കലാപം, ശ്രീരംഗപട്ടണം ഉടമ്പടി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 3 ആറ്റിങ്ങൽ കലാപം, 1 കുളച്ചൽ യുദ്ധം, 4 ശ്രീരംഗപട്ടണം ഉടമ്പടി, 2 കുണ്ടറ വിളംബരം. ഇങ്ങനെയാണ് ശരിയായി കാലഗണനാക്രമത്തിൽ ക്രമപ്പെടുത്തുമ്പോൾ വരുന്നത്. ചുവടെ സൂചിപ്പിച്ചിരിക്കുന്ന സംഭവങ്ങളും വ്യക്തികളെയും മനസ്സിലാക്കി ചേരുംപടി ചേർക്കുക. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, റഷ്യൻ വിപ്ലവം, വോൾട്ടയർ, ട്രോട്സ്കി, തോമസ് പെയിൻ, സൈമൺ ബോളിവർ. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1 സി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, തോമസ് പെയിൻ. 2 എ ഫ്രഞ്ച് വിപ്ലവം, വോൾട്ടയർ. 3 ഡി ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, സൈമൺ ബോളിവർ. 4 ബി റഷ്യൻ വിപ്ലവം, ട്രോട്സ്കി. 1857 കലാപത്തെക്കുറിച്ച് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് അല്ലെങ്കിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. 2ഉം 4ഉം. 2 കർഷകരും കരകൗശല തൊഴിലാളികളും കലാപത്തിൽ പങ്കെടുത്തിരുന്നു. 4 1857 കലാപത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഏറ്റെടുത്തു. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന വസ്തുതകൾ വായിച്ച് ഉത്തരങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. മുകളിൽ പറഞ്ഞവയെല്ലാം തന്നെ മാർത്താണ്ഡവർമ്മ അവതരിപ്പിച്ചു വന്ന വാർഷിക ബജറ്റ് പതിവ് കണക്ക് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. 1950 ജനുവരി 3-ാം തീയതി തൃപ്പടിദാനം നടത്തി ദേവസ്വം ബ്രഹ്മസ്വം ഭൂമികളുടെയും ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി കർഷകരിൽ നിന്നും അദ്ദേഹം സൈനികരെ നിയമിച്ചിരുന്നു. താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 2 മാത്രം. അന്റോണിയോ ഗുട്ടറസ് 2020 ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന പ്രസ്താവനയാണ് ശരിയല്ലാത്തത്. ഓവർലാപ്പോട് കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമേത്? ഓപ്ഷൻ ബി സ്റ്റീരിയോസ്കോപ്പ്. ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ? ഓപ്ഷൻ എ താപീയ മധ്യരേഖ. ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം? ഓപ്ഷൻ ഡി ലിപുലേഖ്. പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദി വ്യവസ്ഥ ഏത് ദേശീയ ജലപാതയിലാണ്? ഓപ്ഷൻ ഡി ദേശീയ ജലപാത 5. 2023 രാജസ്ഥാനിൽ പുതുതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ്? ഓപ്ഷൻ സി സോർസൻ. താഴെ തന്നിരിക്കുന്ന നബാർഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? കാർഷിക വായ്പയുടെ പരമോന്നത ബാങ്ക് ആസ്ഥാനം മുംബൈ, ശിവരാമൻ കമ്മിറ്റി 1982 സ്ഥാപിച്ചു. ശരിയായത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. എല്ലാം തന്നെ ശരിയാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ എ കോഴിക്കോട്. സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം? ഓപ്ഷൻ ബി 1966-69. 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ സി നരസിംഹറാവു. ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം? ഓപ്ഷൻ ബി മുംബൈ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷത അല്ലാത്തത് ഏത്? ഓപ്ഷൻ
ഡി 1, 3 മാത്രം. 1 താഴെ നിന്നും മുകളിലേക്കുള്ള അധികാര വിതരണ ശ്രേണി. 3 രാഷ്ട്രീയപരമായ വിധേയത്വം. കേരളത്തിൽ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഓപ്ഷൻ എ വി ഹരിനായർ IAS. ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ബില്ല് നിയമമാകുന്നതിന് മുമ്പ് ബില്ലിൽ ഏറ്റവും കൂടുതൽ തിരുത്തലുകൾ, കൂട്ടിച്ചേർക്കലുകൾ, ചർച്ചകൾ എന്നിവ നടക്കുന്ന ഘട്ടം ഏതാണ്? ഓപ്ഷൻ ബി രണ്ടാം വായന. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ വസ്തുതകൾ ഏവ? ഓപ്ഷൻ ഡി 2, 1 മാത്രം. 2 കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും നിയമനിർമ്മാണം നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമമാണ് നിലനിൽക്കുക. 1 യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രമേ അധികാരം ഉള്ളൂ. പോക്സോ ആക്ട് അനുസരിച്ച് കുട്ടി എന്ന പദത്തിൻ്റെ വ്യാപ്തിയിൽ വരുന്നത്? ഓപ്ഷൻ ഡി 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും. കേരള സാമൂഹ്യ നീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടൽ? ഓപ്ഷൻ സി സുനീതി. കുടുംബശ്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഓപ്ഷൻ ബി രംഗശ്രീ. അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെടുന്ന തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. ഇവയൊന്നുമല്ല. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് മൗലികാവകാശത്തിന് വേണ്ടിയാണ് നിയമവാഴ്ച എന്ന ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സമിതി സ്വീകരിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ അനുച്ഛേദം 14 നിയമത്തിന് മുമ്പിലെ തുല്യതയ്ക്ക് വേണ്ടി. ഒരു ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖലയിൽ 2ാം പോഷണതലത്തിൽ കാണപ്പെടുന്ന ജീവി ഏത്? ഓപ്ഷൻ ഡി പ്രാഥമിക ഉപഭോക്താക്കൾ. ജീവി ബന്ധങ്ങളിൽ ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായ ബന്ധമാണ്? ഓപ്ഷൻ ബി കമൻസലിസം. താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻസിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ സി ജീൻ ബാങ്കുകൾ. ഹീമോഡയാലിസിസിൽ രക്തം കട്ടപിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥത്തിൻ്റെ പേരെന്ത്? ഓപ്ഷൻ എ ഹെപ്പാരിൻ. 26ാമത് PV മെമ്മോറിയൽ എൻഡോവ്മെൻറ്റ് അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകൻ ആര്? ഓപ്ഷൻ സി ശ്രീമൻ നാരായണൻ. താഴെ തന്നിരിക്കുന്നവയിൽ വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏത്? ഓപ്ഷൻ എ അഡ്ഹീഷൻ ബലം. ഭൂമിയുടെ ഉപരിതലത്തിൽ പാലായന പ്രവേഗം എത്ര? ഓപ്ഷൻ ബി 11.2 km/s. 3ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമേത്? ഓപ്ഷൻ ഡി ചവണ. ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ 4ാമത്തെ രാജ്യം ഏത്? ഓപ്ഷൻ ബി ഇന്ത്യ. ഒരു ആംഫോറ്ററിക് ഓക്സൈഡിന് ഉദാഹരണമാണ്? ഓപ്ഷൻ സി ZNO. കപട സംക്രമണ മൂലകം ഇവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി Hg. തന്നിരിക്കുന്ന ഗ്രാഫ് ഏത് വാതക നിയമത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ ബോയിൽ നിയമം. ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ലോഹം? ഓപ്ഷൻ ബി നിയോഡിമിയം. അയ്യങ്കാളിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി തിരുവനന്തപുരം കണ്ണമ്മുലയിൽ ജനിച്ചു എന്ന പ്രസ്താവനയാണ് തെറ്റായത്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റായ ആദ്യ വനിത ആര്? ഓപ്ഷൻ ബി PT ഉഷ. കഥാപാത്രവും നോവലും തന്നിരിക്കുന്നു. തെറ്റായ ജോഡി ഏതാണ്?
ഓപ്ഷൻ സി സുഹ്റ, എൻ്റെ ഉപ്പൂപ്പാക്കൊരാനുണ്ടായിരുന്നു. പിയാത്ത ആരുടെ കലാസൃഷ്ടിയാണ്? ഓപ്ഷൻ എ മൈക്കൽ ആഞ്ചലോ. റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിൻ്റെ രചയിതാവ് ആര്? ഓപ്ഷൻ സി അഖിൽ പി ധർമ്മജൻ. സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ എ വിൻഡോസ്. ഇ ഗവേണൻസിനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ഓപ്ഷൻ സി ഓൺലി 1 and 2. 1. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൽ സുതാര്യത ഉണ്ടാക്കുന്നു. 2. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു. 2 വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഉപകരണം ഏത്? ഓപ്ഷൻ ബി ഗേറ്റ്വേ. വിവരാവകാശ നിയമം 2005 പ്രകാരം താഴെ പറയുന്നവയിൽ ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്? ഓപ്ഷൻ സി അന്വേഷണ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ. രാഹുൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി താൻ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിൻ്റെ പാക്കറ്റിൽ നൽകിയിരിക്കുന്ന എല്ലാ വിവരങ്ങളും ശ്രദ്ധാപൂർവം വായിക്കുന്നു. ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ രാഹുൽ ഏത് അവകാശമാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ബി വിവരാവകാശം. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം 2012 പ്രകാരം താഴെ പറയുന്നവരിൽ ആർക്കെതിരെയാണ് പ്രേരണ കുറ്റത്തിന് കേസെടുക്കാൻ കഴിയുന്നത്? ഓപ്ഷൻ ബി ഏതെങ്കിലും വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന, ഏതെങ്കിലും ഗൂഢാലോചനയിൽ ഏർപ്പെടുന്ന അല്ലെങ്കിൽ ഒരു കുട്ടിക്കെതിരെ ലൈംഗിക കുറ്റകൃത്യം ചെയ്യാൻ മനഃപൂർവ്വം സഹായിക്കുന്നയാൾ. ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2005 പ്രകാരം ഒരു കൂരയ്ക്ക് കീഴിൽ താമസിക്കുന്ന താഴെ പറയുന്ന വ്യക്തികളിൽ കുടുംബ ബന്ധത്തിൻ്റെ പരിധിയിൽ വരുന്നത് ആരെല്ലാം? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ഭാര്യയും ഭർത്താവും, രക്തബന്ധമുള്ള വ്യക്തികൾ, വിവാഹ സമാനമായ ബന്ധമുള്ള വ്യക്തികൾ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആര്? ഓപ്ഷൻ എ ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. 13/125 ദശാംശ രൂപം എന്ത്? ഓപ്ഷൻ ബി 0.104. 5% വാർഷിക നിരക്കിൽ 5% വാർഷിക നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ സുമേഷ് 10,000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കഴിയുമ്പോൾ അയാൾക്ക് എത്ര രൂപ കിട്ടും? ഓപ്ഷൻ സി 11,025 രൂപ. ഏത് സംഖ്യയുടെ 75% 15? ഓപ്ഷൻ ഡി 20. 2 കോണുകൾ തമ്മിലുള്ള അംശബന്ധം 1:2 ചെറിയ കോൺ 6 ഡിഗ്രി കൂട്ടുകയും വലിയ കോൺ 6 ഡിഗ്രി കുറയ്ക്കുകയും ചെയ്തപ്പോൾ അംശബന്ധം 2:3 എന്നാൽ ആദ്യത്തെ കോൺ എത്ര ഡിഗ്രി ആണ്? ഓപ്ഷൻ എ 30. ഒരു സംഖ്യയുടെ 5 മടങ്ങ് ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിന് തുല്യമാണെങ്കിൽ സംഖ്യ ഏത്? ഓപ്ഷൻ എ 6. സമഭുജ സാമാന്തരികത്തിൻ്റെ പരപ്പളവ്. ഓപ്ഷൻ ബി വികരണത്തിൻ്റെ ഗുണനഫലത്തിൻ്റെ പകുതി. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം ഏത്? ഓപ്ഷൻ ഡി n+b. ഒരു ക്ലോക്കിലെ സമയം 9:30 ആണെങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? ഓപ്ഷൻ സി 105. 25% കിഴിവിൽ രാഹുൽ ഒരു സ്വെറ്റർ വാങ്ങി. 200 രൂപ കിഴിവ് കിട്ടി. എന്നാൽ ഡിസ്കൗണ്ടിന് മുമ്പ് സ്വെറ്ററിൻ്റെ വില എന്തായിരുന്നു? ഓപ്ഷൻ എ 800. 15 തൊഴിലാളികൾ 48 മണിക്കൂറിൽ ഒരു മതിൽ പണിയാൻ കഴിയുമെങ്കിൽ 30 മണിക്കൂറിനുള്ളിൽ അതേ ജോലി ചെയ്യാൻ എത്ര തൊഴിലാളികൾ വേണം? ഓപ്ഷൻ ബി 24. അടുത്ത ഇംഗ്ലീഷ് ചോദ്യങ്ങൾ. ഈച്ച് വൺ ഓഫ് ദ എംപ്ലോയീസ് ഡാഷ് വർക്കിംഗ് ഹാർഡ്. ഓപ്ഷൻ ബി ഈസ്. ഷീ അക്യൂസ്ഡ് മീ ഡാഷ് ടോക്കിംഗ് ലൗഡ്ലി. ഓപ്ഷൻ എ ഓഫ്. We have been living here dash 5 years. Option C 4. Sina dash tomorrow to attend the wedding. Option D will come.
It was dash unanimous decision. Option A. One who treats skin diseases is known as dash. Option D. Dermatologist. Do you mind dash the answers? Option A. Writing. What is the meaning of the word dormant? Option D. Inactive. The evening was dash than the morning. Option B. Hotter. Nothing will happen dash question mark. Option A. Will it? അടുത്ത മലയാളം ചോദ്യങ്ങൾ. ശരിയായ പദം ഏത്? ഓപ്ഷൻ എ ആണ് ശരിയായ പദം. അഗാധത. ലേൺ ബൈ ഹാർട്ട് എന്ന ശൈലിയുടെ മലയാള പ്രയോഗം എന്ത്? ഓപ്ഷൻ ഡി. ഹൃദിസ്ഥമാക്കുക. ജന്മം മുതൽ എന്നതിൻ്റെ ഒറ്റപ്പദം ഏത്? ഓപ്ഷൻ ബി. ആജന്മം. മഞ്ഞ് എന്ന പദത്തിൻ്റെ പര്യായം അല്ലാത്ത പദം ഏത്? ഓപ്ഷൻ ഡി. ഹരിണം. ദുഷ്ടൻ എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്? ഓപ്ഷൻ സി. ശിഷ്ടൻ. വിള പുറത്തിട്ട് വേലി കെട്ടരുത് എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം എന്ത്? ഓപ്ഷൻ സി. പ്രധാനപ്പെട്ടതിനെ പുറന്തള്ളരുത്. തീക്കനൽ എന്ന പദം പിരിച്ചെഴുതിയാൽ? ഓപ്ഷൻ എ. തീ പ്ലസ് കനൽ. നായകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം ഏത്? ഓപ്ഷൻ സി. നായിക. ശബ്ദം എന്നർത്ഥം വരാത്ത പദം ഏത്? ഓപ്ഷൻ ഡി. വാണി. താഴെ തന്നിരിക്കുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്ത പദം ഏത്? ഓപ്ഷൻ ഡി. അധ്യാപകന്മാർ. അടുത്തു വരുന്ന പോസ്റ്റ് വൈസ് ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരങ്ങളൊന്ന് നോക്കാം. 81ാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി. 32. 82ാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി. 9.6. 83ാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി. 25. 84ാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ എ. 22. 85ാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ എ. 1/2. 86ാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി. 11. 87ാമത്തെ ചോദ്യോത്തരം ഓപ്ഷൻ ബി. 590. 88ാമത്തെ ചോദ്യോത്തരം ഓപ്ഷൻ ബി. 3. 89ാമത്തെ ചോദ്യോത്തരം ഓപ്ഷൻ ഡി. 7. 90ാമത്തെ ചോദ്യോത്തരം വരുന്നത് ഓപ്ഷൻ എ. 360. 91ാമത്തെ ചോദ്യോത്തരം ഓപ്ഷൻ ബി. 37. 92ാമത്തെ ചോദ്യോത്തരം ഓപ്ഷൻ ബി. 161. 93ാമത്തെ ചോദ്യോത്തരം ഓപ്ഷൻ ഡി. 12. 94ാമത്തെ ചോദ്യോത്തരം വരുന്നത് ഓപ്ഷൻ ബി. 7. 95ാമത്തെ ചോദ്യോത്തരം ഓപ്ഷൻ എ. 1. 96ാമത്തെ ചോദ്യോത്തരം ഓപ്ഷൻ സി. 1ഉം 2ഉം ശരിയാണ്. 97ാമത്തെ ചോദ്യോത്തരം ഓപ്ഷൻ ഡി. 1/4. 98ാമത്തെ ചോദ്യോത്തരം വരുന്നത് ഓപ്ഷൻ ബി. 1/7. 99ാമത്തെ ചോദ്യോത്തരം ഓപ്ഷൻ ബി. 75%. 100ാമത്തെ ചോദ്യോത്തരം വരുന്നത് ഓപ്ഷൻ എ. 0. മേൽപ്പറഞ്ഞ ഉത്തരങ്ങളെല്ലാം തന്നെ കേരള PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ്. ഉത്തരങ്ങളിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ കേരള PSC അത് ഫൈനൽ ആൻസർ കീയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.